ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ചെറിയൊരു ഡെറിവേഷൻ നമുക്കപ്പോൾ വേഗം തന്നെ നോക്കാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ ഈസിയായി തന്നെ 3 മാർക്ക് നേടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു 2 മാർക്കെങ്കിലും നേടാൻ പറ്റുന്ന ഒരു കിടിലൻ ഡെറിവേഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ്റെ പേരെന്താ പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഇൻഡക്ടർ. ഇൻഡക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോളിനോയിഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പവറിന്റെ ഒരു ഇക്വേഷൻ എഴുതി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പത്തിലൊക്കെ മെയിനായിട്ട് പഠിക്കാൻ ഒരു ഇക്വേഷൻ തന്നെയായിരുന്നു പവറിന്റെ, ഫിസിക്കൽ ടു വി ഐ. ഇനി പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം അല്ലേ, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. ഇത് വലിയ കേസിൽ നമ്മൾ ചെറിയൊരു വർക്ക് എടുത്തു, അത് ചെറിയ ടൈമിൽ ചെയ്തു, ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി. അപ്പൊ എനിക്ക് പിനെ ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് എഴുതാലോ. യെസ്, ഫുൾ ഡി ഡബ്ല്യു ബൈ ഡി ടി. ഇവിടെ വീന്റെ സ്ഥാനത്ത് നമ്മൾ ഇ എം എഫ് ആണ് കൊടുക്കുന്നത്. കാരണം ഇതൊരു ഇൻഡക്ടറാണ്, സോളിനാണ്. ഇൻഡ്യൂസ് ചെയ്യും, വോൾട്ടേജ് ആണ് ഇൻഡ്യൂസ് ചെയ്യുക, അല്ല കറണ്ട് ഓർ ഇ എം എഫ്. അപ്പോൾ വോൾട്ടേജിന്റെ സ്ഥാനത്ത് നമ്മൾ ഇ എം എഫ് കൊടുത്തു. ഓക്കെ, ഇനി ഐ. ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, ഫൈ ഈക്വൽ ടു എൽ ഐ എന്നുള്ള ഫോമിൽ നിന്ന് ഈ ഇ എം എഫിന്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, ഇ എം എഫ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ഐ. ഒന്നും കൂടി നന്നായി എഴുതാം. ഡി ഡബ്ല്യു ബൈ ഡി ടി is equal to L di by dt I. ഓക്കെ, ഇനി രണ്ടിലും വിത്ത് റെസ്പെക്ട് ടു ടൈം ഉണ്ട്, നമ്മൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്തു. ഇനി ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൽ ഡി ഐ ഇൻറ്റു ഐ എന്ന് വരില്ലേ? യെസ്, വരും. ഇനി ഡബ്ല്യു അപ്പം എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് എൽ ഐ ഡി ഐ. കാരണം ഈ ഐനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കേസിൽ ലിമിറ്റ് എന്ന് കൊടുക്കുന്നത് 0 മുതൽ I0 വരെയാണ്, മാക്സിമം കറണ്ട് വരെയാണ്. ഓക്കെ, ഇനി എൽ ഐ ഡി ഐ. ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് എല് കോൺസ്റ്റന്റ് ആണ്. എല്ലിനെ ഞാൻ പുറത്തെടുത്തു, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. ആരെ? ഐ ഡി ഐ. ഐ ഡി ഐനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഐ ഡി ഐയുടെ ഇന്റഗ്രേറ്റ് ചെയ്ത എന്ത് കിട്ടും? യെസ്, ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ ഓഫ് ഐ ഡി ഐ എന്ന് പറയുന്നത് ഐ സ്ക്വയർ ബൈ 2 എന്ന് എഴുതിക്കൂടെ? യെസ്, എഴുതാം. ഫ്രം ദ ലിമിറ്റ് I0 to 0. ഇനി ഈ വർക്ക് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ I0 സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ. 0 സ്ക്വയർ 0 തന്നെ. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു I0 സ്ക്വയർ ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വർക്ക് ഇസ് ഈക്വൽ ടു ഹാഫ് എൽ I0 സ്ക്വയർ. ഈ വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡക്ടറിലുള്ള എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ഞാൻ യു ഇസ് ഈക്വൽ ടു ഹാഫ് എൽ I0 സ്ക്വയർ എന്ന് എഴുതി.
I0 സ്ക്വയർ. ഓക്കെ, ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നല്ലൊരു ഡെറിവേഷൻ തന്നെയാണ്. ഈ ഒരു ഇക്വേഷന്റെ ഡെറിവേഷൻ തന്നെയാണ് നമുക്ക് നല്ല മാർക്കിന് ചോദിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഡെറിവേഷനിലുള്ളത്. എല്ലാവർക്കും ഈ ഒരു ഡെറിവേഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ P = VI എന്ന് കൊടുത്തു. എന്നിട്ട് വിന്റെ സ്ഥാനത്ത് EMF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P dW/dt എന്ന് കൊടുത്തു. എന്നാൽ dt വെട്ടിക്കളഞ്ഞിട്ട് ഐന്റെ എന്നിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് IdA എന്ന് എടുത്തു. IdA എടുത്ത സമയത്ത് I²/2 എന്ന് കിട്ടി. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്തു. ലാസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ഫിസിക്സിലെ ഒരു അപ്രോക്സിമേഷൻ ആണ്. ഈ വർക്ക് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സോളിനോയിഡിലുള്ള എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അത് എപ്പോഴും അങ്ങനെ തന്നെ. ഓക്കെ, നമ്മുടെ ഈ ഒരു സിലബസിൽ അത് മിക്കവാറും എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ആയിക്കോട്ടെ, +1 പഠിക്കേണ്ടത് അത് ഇതേ ഒരു കേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് U = ½ LI0 സ്ക്വയർ അല്ലെങ്കിൽ ½ LI² എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തു കഴിഞ്ഞു. ഇതോടുകൂടി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന അതിമനോഹരമായ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കിടക്കാം, അടുത്ത വീഡിയോയുമായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിലെ ഏകദേശം ഒരു 8-9 വീഡിയോസ് ഞാൻ ഈ ടോപ്പിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും കണ്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ കോർ കൺസെപ്റ്റുകൾ മനസ്സിലായെങ്കിൽ അത് അറിയിക്കാൻ അത് എൻ്റെ അടുത്ത് അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. എൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അത് ഇഷ്ടമായെങ്കിൽ നല്ലതറിയിക്കാം. എൻ്റെ ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നതിൻ്റെ ആ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ചാപ്റ്ററുമായി കാണാം. അതുവരേക്കും താങ്ക് യു.